നമസ്കാരം. ഞാൻ ബിജി ഷോളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ആഴ്ചയിലെ നിഫ്റ്റിയിലെ സെറ്റപ്പ് നമുക്ക് നോക്കാം. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിലായാലും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം നിഫ്റ്റി 27,149 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിനെ കുറിച്ചായാലും നമ്മൾ ആ ഒരു ഡയറക്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ എക്സാക്റ്റ് ആയിട്ട് നൽകിയിരുന്നു. ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വന്നിരിക്കുന്നൊരു ബ്രേക്ക് ഡൗൺ ആണ്. അലേർട്ട് നമ്മൾ നൽകിയിരുന്നതാണ്. അതായത് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമല്ല നമ്മളിതിനെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിലൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ നൽകിയിരുന്നു. ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് റിവേഴ്സലുണ്ട്. മാത്രമല്ല നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് സപ്പോർട്ടിൻ്റെ ഒരു താഴേക്ക് ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ കറണ്ട് ട്രെൻഡ് നെഗറ്റീവിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഇനി അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ലോവർ ലെവലിൽ അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് കാണുന്നത് നിഫ്റ്റിയിൽ 25,000 താഴെയാണ്. 25,000 താഴത്തേക്ക് നിഫ്റ്റിനെ കാണുന്നുണ്ട്. ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയിൽ ഇനി ഒരു സപ്പോർട്ട് കാണുന്നത്. അതായത് 24,800-900 ആ ഒരു റേഞ്ചിലാണ് നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ട് കാണുന്നത്. 24,800, 24,900 ഈ റേഞ്ചിൻ്റെ ഇടയിലാണ് ഇനിയൊരു നല്ലൊരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് വളരെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് അനുസരിച്ച് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാവും. നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരു പവർ, നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ഗ്രാഫാണ്. അതായത് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. 27,266 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ നമുക്കൊരു ഓപ്പണിങ്ങിൽ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ്. തുടക്കത്തിലായാലും ഇവിടുന്ന് ആ ഒരു ബൗൺസ് വന്ന് ശ്രമിക്കുക. മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിങ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിൽ നിന്നായാൽ മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ആയിരുന്നു ഒരു എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് സൂചിപ്പിച്ചിരുന്ന റെസിസ്റ്റൻസ് 27,320 വന്നിരിക്കുന്നൊരു ഹൈ ശ്രദ്ധിക്കുക. മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കാണുക. എക്സാക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതായത് 27,320 താഴെ സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി വളരെ സ്ട്രോങ് ആണ്, വളരെ വീക്ക്നെസ് ആണ്. താഴത്തേക്ക് 27,200 അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, അതായത് അടുത്തൊരു സപ്പോർട്ട് ലെവലുകളിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നിഫ്റ്റി ഇവിടെ ഓപ്പൺ ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അതിനുശേഷമായിരുന്നു ബൗൺസ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. ഇത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കുറച്ച് സമയം ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിലായിരുന്നു. അതായത് ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് മാർക്കറ്റിലൊരു ഫാള് വന്നു, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷം കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് കൺഫേം ആകുന്നത് വീണ്ടും 27,266 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഈ സേവിങ് ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ നൽകുന്ന ഒരു സപ്പോർട്ട് സേവിങ് ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈഡ് ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ടും 27,245 സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അതിനുശേഷവും ഇവിടെയും നമുക്ക് നല്ലൊരു ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഈ ഒരു ലെവലിൽ ബൈ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിക്കാറുള്ളതാണ്. കാരണം ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഏരിയയിലൊക്കെ നമ്മൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ജസ്റ്റ് ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുകൊണ്ട് വീഡിയോയിൽ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലാവില്ല. വീഡിയോയിൽ പലരായാലും ജസ്റ്റ് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഭാഗം മാത്രം വാച്ച് ചെയ്തിട്ടാണ് വീഡിയോ ട്രേഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു പ്ലാൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയണം. സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തൊക്കെ എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നത്. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട് പറഞ്ഞത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് 27,135 ഈ ഒരു സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സാക്റ്റ് ആയിട്ട് 135 സപ്പോർട്ടിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് നിഫ്റ്റിയിൽ ആ ഒരു ബൗൺസ്. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എക്സാക്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മൊമെൻറ്റം കുറവായിരുന്നു, പക്ഷേ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ആ ഒരു ബൗൺസ് വന്ന് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ബൗൺസ് വന്നു. പക്ഷേ മാർക്കറ്റ് ഒരു പ്രഷർ താഴത്തേക്ക് തന്നെയാണ്.
അതായത് 27,200 സപ്പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ, അതായത് 200ന്റെ അടുത്തുള്ള സപ്പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ക്വിക്കായിട്ടുള്ളൊരു മൊമെന്റ് 200ന്റെ അടുത്തുനിന്ന് മുകളിലേക്ക് പോകണം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ പറഞ്ഞത്. കാരണം ഇത് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റീസൺ എന്താണെങ്കിൽ 200ന്റെ താഴെ ട്രെൻഡ് റിവേഴ്സലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബയ്യേഴ്സിന് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ബൈയിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് കയറി 300ന്റെ മുകളിൽ ക്ലോസിങ് നിലനിർത്തണം. പക്ഷെ അതിന് നിഫ്റ്റിക്ക് ഇന്നലെ സാധിച്ചിരുന്നില്ല. അതായത് ബയ്യേഴ്സിന് ഇന്നലെ മുകളിലേക്ക് കയറി ക്ലോസ് ചെയ്ത് നിലനിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ഷോർട്ട് ടൈം നെഗറ്റീവിലേക്ക് നിഫ്റ്റി കടന്നിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ ആയാലും മുന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ സപ്പോർട്ട് ഒരു താഴെ ട്രയാങ്കിൾ പാറ്റേൺ ഒക്കെ വന്നതിന് ശേഷമായാലും എക്സാക്റ്റ് ആയിട്ട് നമുക്കത് കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിലായാലും നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രേഡുകൾ എടുക്കാനായിട്ട് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കുക. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. സപ്പോർട്ട് എന്തായാലും ഇനി കാണുന്നത് യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്, 25,000ന്റെ അടുത്താണ്. പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ ബൈ എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 25,800ന്റെ 900നും 800നും ഇടയിലാണ് നല്ല സപ്പോർട്ടുകൾ വരുന്നത്. ആ ഒരു ലെവലിൽ നിന്നും എങ്ങനെ നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്നും എക്സാക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്കത് മാനേജ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് ശ്രദ്ധിക്കുക. നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്, അതായത് ഈ ഒരു സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 25,135 സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ടിൽ തന്നെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. 27,135 അതിൻ്റെ താഴത്തേക്ക് ഒരു ബ്രേക്ക് ചെയ്താൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഷോർട്ട് സെല്ലിനാണ്. ബൈക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ, കാരണം മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഇതേ രീതിയിൽ നമ്മൾ ചില സപ്പോർട്ട് റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യുന്നത്. അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 27,200 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ സെയിം ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് 27,250, അതേപോലെ തന്നെ 27,266. 300ന്റെ അടുത്ത് എത്തും തോറും സ്ട്രോങ് ആണ്. 320 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത്. ആ റെസിസ്റ്റൻസിൻ്റെ ഒരു പവർ നോക്കി കഴിഞ്ഞാൽ അറിയാം. 321 കഴിഞ്ഞ ദിവസത്തിൽ വന്നിരിക്കുന്ന ഒരു ഹൈ. അപ്പോൾ ഇവിടെ 27,266 ഇവിടെ തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അത് നൽകിയിരിക്കുന്നത് എന്തിനാണെങ്കിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ഒരു താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ബൈ ഓപ്പർച്യൂണിറ്റിക്കായാലും അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് സ്ട്രെങ്ത് എപ്പോഴും കിട്ടുക. അതുപോലെ തന്നെ 27,320 ഹയർ ലെവലിലേക്ക് വീണ്ടും റെസിസ്റ്റൻസ്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 27,200 ഈ ഒരു ലെവലിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. 27,135 വീണ്ടും സപ്പോർട്ട് ചെയ്ത് അടുത്തൊരു അറ്റംപ്റ്റിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 27,266 നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 27,250 അടുത്തൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ബൈയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് സെല്ലിനാണ്. ഈ ഒരു ലെവലിലൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. അതായത് 27,300ന്റെ അടുത്ത് വരെ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷേ സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് നമുക്കൊരു സസ്റ്റെയിൻ ചെയ്യണം. അതായത് ചെറിയ ടൈം ഫ്രെയിമിലായാലും നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് പറയുന്നത്. അതിൽ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 27,250ന്റെ മുകളിലാണ്, 27,266ന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് തൊട്ട് മുൻപത്തെ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി 280, 320 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. 320ന്റെ മുകളിലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയാണ്. 350, 380 ഇതൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയകൾ തന്നെയാണ്. കാരണം ഇൻട്രാഡേയിൽ വോളറ്റാലിറ്റി ഉണ്ടെങ്കിലാണ് ചിലപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് അതേപോലെ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ ചാൻസ് ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല. കാരണം ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് മുകളിലേക്ക് പോയാലും 27,135 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് തട്ടി അതിന് ശേഷം വീണ്ടും റെസിസ്റ്റൻസിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഈ ഒരു ലെവൽ ബൈക്ക് കൂടുതലും മൊമെൻറ്റം ചാൻസ് കുറവാണ്. എപ്പോഴും നല്ലൊരു മൊമെൻ്റ് എപ്പോഴും കിട്ടുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ടിലാണ്. അതിനുശേഷം ഈ ഒരു ലെവൽ വന്നു. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് 27,055 സപ്പോർട്ട്, അടുത്ത സപ്പോർട്ട് വരുന്നത് 27,055. ഇതിന് മാത്രമാണ് നമുക്ക് ആ ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടുള്ളൂ. സി പൊസിഷൻ സിമ്പിളായാലും നല്ലൊരു മൊമെൻ്റ് എപ്പോഴും ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിൽ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിലാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ 27,010 വരെ സപ്പോർട്ടാണ്. പക്ഷെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അടുത്തൊരു അറ്റംപ്റ്റിലാണ് എപ്പോഴും ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ഫാള് വരാനുള്ളൊരു സാധ്യത. തൊട്ടടുത്ത സപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ചില സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ നമുക്ക് ഇതേ രീതിയിൽ നമ്മളത് നൽകാറുണ്ട്. അതിനുശേഷമായാലും സപ്പോർട്ട് വരുന്നത് 24,980 24,980 സപ്പോർട്ട്. അതേപോലെ തന്നെ 24,975 ഇത് രണ്ട് നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി. അതിന് ശേഷമായാലും 24,860 സപ്പോർട്ട്. കുറച്ചധികം താഴെയാണ്. 800 അടുത്തെത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ലെവലാണ് വരുന്നത്. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും എക്സാക്റ്റ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.